ഹായ്. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് എത്ര റാങ്ക് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കോളേജസിലും എത്ര റാങ്ക് വരെയാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ പോയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ അറിയാന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തിട്ട് അതിനകത്ത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാം. അത് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ കോളേജസിലും അത് സ്റ്റേറ്റ് മെറിറ്റിലും ഓരോ കാറ്റഗറി വൈസും എത്ര റാങ്കിലാണ് അഡ്മിഷൻ പോയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. എക്സാക്ട്ലി ആ ഒരു റാങ്ക് അല്ലെങ്കിലും അതിനോട് അടുത്തുള്ള ഒരു റാങ്ക് ആയിരിക്കും നമുക്ക് ഈ വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഗവൺമെന്റ് കോളേജസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബ്രാഞ്ചസിന്റെ ലാസ്റ്റ് ഇയറിൽ നമുക്ക് സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് എത്ര റാങ്ക് വരെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറയാം. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരു 10,000 to ഒരു 15,000 ഉള്ളിൽ വരെ റാങ്ക് ഉള്ളവർക്കാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കോളേജിൽ കിട്ടും. കമ്പ്യൂട്ടർ സയൻസിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അതുകൊണ്ട് ഒരു 3,000 to 4,000 ഉള്ളിലാണ് സെക്കൻഡ് ഫേസ് കഴിഞ്ഞിട്ടും അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ഒരു 4,000 താഴെ റാങ്ക് വന്നാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെന്റ് കോളേജിൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഒരു 4,000 to 5,000 ഉള്ളിൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഫേസ് കഴിഞ്ഞാലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഒരു 7,000 to 8,000. ഓക്കെ, ഇത് ഫസ്റ്റ് ഫേസിൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഇതിനേക്കാളും ഹയർ റാങ്കിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ECE 4,000 to 5,000, ഇപ്പൊ ചിലപ്പോൾ 4,000 ബിലോ ഒക്കെ ആയിരിക്കും ഫസ്റ്റ് ഫേസിൽ അലോട്ട്മെന്റ് പോവുക. പക്ഷേ സെക്കൻഡ് ഫേസ് കഴിയുമ്പോൾ കുറച്ച് പേർക്കും കൂടെ അഡ്മിഷൻ കിട്ടും. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരു 12,000 to 13,000 വരെ ഉള്ളവർക്ക് സെക്കൻഡ് ഫേസ് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15,000 ഉള്ളിലാണെങ്കിലാണ് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഗവൺമെന്റ് കോളേജിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഞാനിപ്പം സ്റ്റേറ്റ് മെറിറ്റിൽ ആണ്, അതായത് ജനറൽ കാറ്റഗറിയിലാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓരോ ഡിഫറെന്റ് കാറ്റഗറിയിലും ഇത് വ്യത്യാസം ഉണ്ടായിരിക്കും, റാങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ, നിങ്ങൾക്ക് ഏത് കോളേജ് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് ആണോ വേണ്ടത്, അതിൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ എത്ര വേണം എന്നുള്ളത് അറിയാനായിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം.